അവാർഡ് കിട്ടണം. കാരണം ആ നായകൻ്റെ പെർഫോമൻസിന് അവാർഡ് കൊടുക്കണം. ബന്ധങ്ങളുടെയൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് പൊതുവേ ആ ഒരു ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ കാണിക്കുന്ന സിനിമയോട് പൊതുവേ താല്പര്യം. അമിച്ചർ നല്ലൊരു ഫിലിമാണ്. എന്ന് പറയുമ്പോൾ ഇതിൽ അതിലൊരു നായകൻ്റെ പെർഫോമൻസും ഉണ്ട്. വളരെ മികച്ചൊരു സിനിമയാണ്. എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു CIA ഏജൻറ്റ് ഡീകോഡറായിട്ടാണ് നായകൻ. പുള്ളിയുടെ വൈഫ് ഒരു ഭീകരാക്രമണത്തിൽ മരിക്കുന്നു. പിന്നെ പുള്ളി അതിൻ്റെ ഒരു റിവെഞ്ച് നടത്താൻ വേണ്ടി അവരെ കൊല്ലാൻ പോകുന്നതും അതൊക്കെയാണ് സിനിമയുടെ. പിന്നെ അതിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഡയറക്ഷനും പിന്നെ ഈ ആക്ടറുടെ അഭിനയം അതാണ് അതിൽ നല്ലൊരു മികച്ച് നിൽക്കുന്ന സിനിമ. മിക്കവാറും അവാർഡ് കിട്ടണം. കാരണം ആ നായകൻ്റെ പെർഫോമൻസിന് അവാർഡ് കൊടുക്കണം. അത്ര ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത് പല രാജ്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ യാതൊരു ബോറിങ്ങും ഇല്ല. തുടക്കത്തിലൊരു ചെറിയൊരു ബോറിങ് വരും, പക്ഷേ പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത് നല്ലൊരു മൂവിയാണ്. ഇത് പട്ടാളക്കാരല്ല, CIA ഏജൻറ്റ്, അമേരിക്കയുടെ ചാര ഏജൻ്റായിട്ടാണ് നായകൻ. അപ്പം പുള്ളിയുടെ വൈഫ് ഈ ഭീകരരുടെ ആക്രമണത്തിൽ മരിക്കും. അപ്പോൾ ഈ പുള്ളിയുടെ തന്നെ തലപ്പത്തുള്ള ആൾക്കാരോട് അതിനെ തീവ്രവാദികളെ പിടിക്കാൻ പറയും. പക്ഷേ അവരത് കേൾക്കില്ല. അപ്പം പുള്ളി തന്നെ അതിനൊരു സ്വയം ഇതായിട്ട് ഏറ്റെടുത്ത് അവരെ കണ്ടുപിടിക്കാൻ പോകുന്നതും അവരെയൊക്കെ കൊല്ലുന്നതും അതൊക്കെയാണ് സിനിമ. എന്ന് പറയുമ്പോൾ കുറേ നാൾ കൂടിയിട്ട് കണ്ടിട്ട് നല്ലൊരു എന്ന് പറയുമ്പോൾ ഫാമിലി നമ്മുടെ ഒരു ബന്ധങ്ങളുടെയൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് പൊതുവേ ആ ഒരു ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ കാണിക്കുന്ന സിനിമയോട് പൊതുവേ താല്പര്യം ഉള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പുള്ളിയോട് വൈഫിനോടുള്ള ഒരു അഫെക്ഷനും അതെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ്. കാണാൻ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ ഈ ഫിലിം കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു മൂവി, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ആരും ബോറിംഗ് ആയിട്ടൊന്നും പറഞ്ഞില്ല. എല്ലാവരും നല്ലതായിട്ട് തന്നെ തോന്നിയത്. മെസ്സേജ് അല്ല ഇത്. പിന്നെ ഒരു ഹോളിവുഡിലെ ഒരു ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ ചാരം പ്രവർത്തനവും അല്ലെങ്കിൽ അവരുടെ CIA ഏജൻസിൻ്റെ പ്രവർത്തനമൊക്കെ. അങ്ങനെയുള്ള ഒരു കഥ, പ്രത്യേകിച്ച് നമ്മളെ ഹോളിവുഡ് മൂവീസിന് എല്ലാത്തിനും ഉള്ള പോലൊരു ഇതിൽ പിന്നെ ഒരു ഫാമിലിയെ കുറച്ച് അറ്റാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം അതൊക്കെ കൂടെ കണക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും.